ഗൈസ്, ഇന്നത്തെ ദിവസം ഭയങ്കര ശരീരവേദന, പനിയാണ്. കുറച്ച് പനിയിലാണ് ഞാൻ ഗൈസ്. ഇങ്ങനെ ഡ്യൂട്ടിയിലാണ്. ഞങ്ങളിപ്പോൾ അടുത്ത റാഞ്ചിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പനി കാരണം ക്ഷീണമാണ്, പുറത്തിറങ്ങാനും വെളിയിൽ നല്ല മഴയുണ്ട്. ഇന്നലത്തെ വീഡിയോ 50 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ്. പിന്നെ മന്ത്രവാദിൽ വന്ന പനിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും പനി കഴിഞ്ഞ് ക്ഷീണത്തിലാണ്. ഭക്ഷണം കഴിച്ചു, ഓക്കെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്യാരവൻ്റെ അകമാണ്. ബാക്കിലൊക്കെ ഇരിക്കുന്നത് തുറപ്പേടിനാൻ തൂക്കാനുള്ള പിന്നെ ഒരാൾക്കിരിക്കുന്ന ക്യാബിനുണ്ട്. ബാക്ക് സൈഡിലോട്ട് ഞങ്ങൾ ആ ക്യാരവൻ്റെ അകമാണ്. കിടക്കണൊക്കെ ബാക്കിലാണ്. നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള കാഴ്ച കാണിച്ചാൽ. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറയിൽ നിന്ന് റാഞ്ചിയിലേക്ക് പോകുന്ന യാത്രയാണ്. രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എണീക്കും ഡ്യൂട്ടിക്ക് വേണ്ടി. 7 മണി തൊട്ട് ഡ്രസ്സ് ചെയ്ത് അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. ഇപ്പോൾ റാഞ്ചിയിലോട്ടാണ് പോകുന്നത്. ജാർഖണ്ഡ് റാഞ്ചിയിലാണ് ഞങ്ങൾ പോകുന്നത്. സയൻസ് സെൻറ്ററിലോട്ടാണ് യാത്ര ചെയ്യണം. അപ്പോൾ ഒരു മോർണിംഗിൽ തന്നെ നല്ല ഫ്രഷ്നെസ്സോടുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഒട്ടും വയ്യ. രാവിലെ തൊട്ട് പനിയാണ്, ഇന്നലെ നൈറ്റ് തൊട്ട് പനിയാണ്. ഇപ്പോൾ കണ്ടില്ല, ആ രസം കണ്ടില്ല, എന്താ രസമല്ലേ. പശുവും കൃഷിയിടത്തേക്ക് പശുവിനെയും ബാക്കി ഇതിനെയും കൊണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 2 സൈഡും നെൽപ്പാടങ്ങളാണ്, പൂർണ്ണമായിട്ട് നെൽപ്പാടങ്ങളാണ് ഫുള്ളും. അതിൻ്റെ ഇടയിൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന മാങ്ങയും ഞാറയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങൾ പറിച്ചുകൊണ്ടുവന്ന് റോഡ് സൈഡിൽ കച്ചവടം ചെയ്തിരിക്കുന്ന ആളുകളെ കാണാം. അതുപോലെ തന്നെയാണ് ഈ കൃഷിയിടങ്ങളിലേക്ക് വേണ്ടി ആടുകളെയും പുല്ലുകളും പറിക്കാനും അതുപോലെ ആടുകളെ മേയാൻ വേണ്ടി വരുന്ന കർഷകരെയും കാണാം. ഭയങ്കരമായ രീതിയിൽ കഠിനാധ്വാനികളാണ് ഇവിടുത്തെ ജനങ്ങൾ. ജാർഖണ്ഡിലെ കുട്ടി എന്ന ജില്ലയിലാണ് ഞങ്ങളുള്ളത്. കുട്ടി എന്ന ജില്ലയെ ഞങ്ങൾ ഏകദേശം 21 മാസം കൊണ്ട് കവർ ചെയ്ത് ഞങ്ങൾ അടുത്ത ജില്ലയിലേക്ക് പോകാൻ വേണ്ടി റാഞ്ചിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്ക് മാക്സിമം ഞങ്ങൾ എല്ലാ ജില്ലകളും എല്ലാ വില്ലേജുകളും എല്ലാ ഡിസ്ട്രിക്റ്റുകളും മാക്സിമം കവർ ചെയ്യുന്നതാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയപ്പോൾ വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ അടുത്ത് കണ്ടതാണ് ഈ വെള്ളച്ചാട്ടം. ഒരു പാറക്കോറയാണ്. ദൂരെ ഒന്നും പോകാൻ കഴിഞ്ഞില്ല, വയ്യാത്തതുകൊണ്ട് അധികം മൂടൊന്നുമില്ലായിരുന്നു. കുറച്ച് എന്നാലും വീഡിയോ വിഷ്വൽ എടുക്കണമെന്നും പറഞ്ഞ് ഇറങ്ങി. പിന്നെ നിങ്ങളിനി അടുത്ത കാണുന്നത് ഈ റാഞ്ചിയിലെ തിരക്കാണ്. ഗാന്ധി ചൗക്കിലൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭയങ്കരമായ രീതിയിൽ തിരക്കാണ്. ഈ ഒരു സിറ്റിയിൽ നിന്ന് ബോംബെ പോലെയാണ്, ഭയങ്കരമായ തിരക്കാണ്. എപ്പോഴും റിക്ഷയും ആളുകളും കച്ചവടങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നൊരു മേഖലയാണ് ഈ റാഞ്ചി സൈഡിൽ നടക്കുന്നത്. ഇവിടുത്തെ ഓട്ടോ തന്നെ കണ്ടാൽ അറിയാം നമ്മൾ എത്ര നാൾ പഴക്കമുള്ള വണ്ടികളാണ്. അതുപോലെ ഇലക്ട്രിക് വണ്ടികൾ കൂടുതൽ ഇവിടെ ഞാൻ കണ്ടു. അതുൽ പല വണ്ടികളാണ്, പല ഓട്ടോകളും കാര്യങ്ങളും. ഇവർക്കിവിടെ നിയമങ്ങളൊന്നുമില്ല, ഹോൺ അടിച്ചാലൊന്നും മാറ്റി തരുന്നില്ല. അവർ നമ്മളെ മുമ്പിൽ കയറി പാർക്ക് ചെയ്യും. പിന്നെ ഗവൺമെൻറ് വണ്ടി അങ്ങനെ പരിഗണനയൊന്നുമില്ല. അവർക്ക് സാധാരണ രീതിയിൽ എന്താണോ അങ്ങനെയാണ്. പിന്നെ ഗ്രാമം വിട്ട് മാറിയപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മാസം ഏകദേശം ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജുകളിലായിരുന്നു യാത്ര. നല്ല സുഖകരമായ യാത്രയായിരുന്നു. ഉറക്കം കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. വീണ്ടും നഗരപ്രദേശത്തോട്ട് വന്നപ്പോൾ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായ രീതിക്ക് ഈ ഹോണ്, പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വയ്യാതിരിക്കുന്നതും കൂടെ കൊണ്ടാണ്, അസ്വസ്ഥതയും കൂടെ ആയതുകൊണ്ടാണ് അധികം ഒന്നും സംസാരിക്കാനോ വീഡിയോ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ദിരാപുരി റോഡ് എത്തിയിട്ടുണ്ട്. ഇന്ദിരാപുരി റോഡ് നേരെ ചെന്നത് റാഞ്ചി സയൻസ് സെൻറ്ററിൻ്റെ റോഡാണ്, ഞങ്ങളുടെ റോഡാണ്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് സൈഡാണ്, കമ്പോളങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിൻ വന്ന് റോഡ് പണി നടക്കുന്നുണ്ട്. എന്തായാലും ഡെയിലി വികസനങ്ങൾ നടന്നു. അതിൻ്റെ കുറച്ച് സ്ഥലം ഒരു ഗ്രാമപ്രദേശം കണ്ടു. വീണ്ടും കുറച്ച് ഔട്ടർ ഏരിയ ഞങ്ങൾ കയറിയായിരുന്നു, ആ ഗ്രാമപ്രദേശം കണ്ടു. അതും ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഞാൻ വീഡിയോ മാക്സിമം കവർ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ്. നമ്മൾ വിചാരിക്കും ഇതേ സ്ഥലമല്ലേ അന്നും കാണിച്ചത് കണ്ട. വേഗം നഗരത്തിലോട്ട് മാറിയപ്പോൾ ഉണ്ടായ മാറ്റം ശ്രദ്ധിച്ചായിരുന്നു. തിരക്കും വാഹനങ്ങളും റോഡുകളും ഭയങ്കരമായ രീതിയിലൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഗ്രാമവൽക്കരണത്തിൽ നിന്ന് നഗരവൽക്കരണത്തിലോട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതുപോലെ ജീവിതത്തിൽ വന്നപ്പോൾ ഭയങ്കരമായ രീതിക്ക് മാറ്റങ്ങൾ മനസ്സിലായി. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലും പുറം രാജ്യങ്ങളിലും പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, പല സംസ്ഥാനങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഇനി നഗരക്കാഴ്ചകളാണ്. നഗരക്കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും വളരെ വ്യത്യസ്തമാണ്. ഇത്രയും ദിവസത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഇന്ന് വീണ്ടും നഗരത്തിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം നമുക്ക് ആ ഗ്രാമങ്ങളിൽ ശാന്തതയും ഒരു സമാധാനവും നമുക്ക് എപ്പോഴും പീസ്ഫുള്ളാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തിരക്കും വണ്ടികളും ഹോണിൻ്റെ ശബ്ദവും പൊടിയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും. സ്ഥിതി എന്നൊരു കോടതിയിൽ നിന്നൊരു ശിക്ഷ വിധിച്ച ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു 5 പേരുണ്ട്. അവൻ്റെ കയ്യിൽ വിലങ്ങുണ്ട്, കയ്യിൽ അവന് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഇതിൽ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരങ്ങൾക്കൊപ്പം നാട് കാണാൻ ഇറങ്ങിയ പോലെയാണ് വരുന്നത്. ഇവിടെയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ നിയമം. ഇവിടെയെന്നല്ല, എല്ലായിടത്തും നിയമം അങ്ങനെ തന്നെയാണ്. നിയമം TV കൂടെ കാണുമ്പോൾ മാത്രമേ നിയമമായിട്ടുള്ളൂ. അനുഭവത്തിലെത്തുമ്പോൾ നിയമം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പോണ ജാർഖണ്ഡിലെ റാഞ്ചിയിലെ ഗാന്ധി ചൗക്കിലോട്ടാണ് പോണത്. ഫുള്ള് മാർക്കറ്റുകളാണ്, ഓരോരോ കടകളും കാര്യങ്ങളാണ്. നമ്മളൊരു 6R ഒരു കടയുണ്ട്, പിന്നെ ബാബുലാലുണ്ട്, ഞാനുണ്ട്. ഫുള്ള് തുണിക്കടകളും കാര്യങ്ങളൊക്കെയാണ്. പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വരെ പോകണം. റാഞ്ചിയിലുള്ള റോഡിൽ നല്ല തിരക്കാണ്. ഇവിടെ ഒത്തിരി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബു വരെ ഇത് കാണുന്ന ടാറ്റ സഫാരിയിൽ വരുന്ന പോലീസാണ്. തൊട്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങളെ കണ്ടായിരുന്നോ?
ഇവിടെ ഇത്രയൊക്കെയുള്ള നിയമങ്ങളും പോലീസും എല്ലാം ഇല്ല. ഇത്രയും തിരക്ക് നിറഞ്ഞ മേഖലയാണ് ഗാന്ധി ചൗക്ക്, റാഞ്ചിയിലെ ഗാന്ധി ചൗക്ക്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡാണ്, റാഞ്ചിയിലെ SN റോഡാണ്. SN റോഡിൽ കൂടെ നമ്മളിങ്ങനെ പൊക്കോണെങ്കിൽ ഇത് ഫുള്ള് ബിസിനസ് കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവട സാധനങ്ങളാണ്. ഫുള്ള് തുണി കാര്യങ്ങളെല്ലാം ഇവിടെ മുഴുവനുള്ളത്. ഫുള്ള് ഈ ഓട്ടോ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഫുള്ളും ഇതുപോലെ കാണാൻ വേണ്ടി കാര്യങ്ങളാണ്. ഹോസ്പിറ്റലിൽ കട കാര്യങ്ങളെല്ലാം ഉണ്ട്. റിക്ഷ, പിന്നെ ബാബു അവിടെ ഇടയ്ക്ക് കടയിൽ കയറിയിട്ടുണ്ട്. നടക്കാൻ എങ്ങനെ ഇപ്പം നടന്നു വന്നപ്പോൾ ഇവിടെ അന്നദാനം കണ്ട് നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ വാങ്ങിച്ച് കഴിക്കും. തൊട്ട് ബാക്കി കാണുന്ന ആ ബ്ലോക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഞാൻ ഈ ബാബുവും കൂടെ ചേർന്നുണ്ടാക്കിയ ബ്ലോക്കാണ് കഴിച്ചത്. ഇതിൻ്റെ ഒന്നും മുമ്പ് കിടന്നുകൊണ്ടാണ് കഴിച്ചത്. ബാബു കഴിക്കണ്ടേ? അന്നദാനം കിട്ടിയില്ല, ആഹാരം തിന്നു പോയി. അവിടെ ഞങ്ങൾ തിരിച്ച് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എല്ലാവരും വീഡിയോ കാണുന്നുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഇന്ന് വീഡിയോ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഫുള്ള് വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്. ബാബു ഒപ്പർ സൈഡിൽ കൂടെ അവൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഞങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റാഞ്ചിയിലെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. നല്ല രസമാണ് ഇവിടെയൊക്കെ. ഭയങ്കര തിരക്കാണ്. എന്ത് പറയാനാണ്, നമ്മുടെ നാട്ടിൽ ഈ ചാല മാർക്കറ്റ് പോലെയൊക്കെ, തിരുവനന്തപുരത്തും കോഴിക്കോട് മിഠായി തെരുവ് പോലെയൊക്കെ ഫുള്ള് തിരക്കാണ്. ബോംബെ പോലെയൊക്കെ ബൊമ്പ സെറ്റപ്പാണ്. ഞങ്ങളങ്ങനെ അവസാനം എത്തിപ്പെടേണ്ട അടുത്ത് എത്തിപ്പെട്ടു. ഇനി കുറച്ച് ദിവസം 2 ദിവസം ഞങ്ങളിവിടെ കാണും. അടുത്ത ജില്ലയിലേക്കുള്ള യാത്രയാണ്. അടുത്ത ജില്ലയിലെ യാത്ര ഓരോ വില്ലേജുകളും ആ വില്ലേജിൻ്റെ കൾച്ചറും അതുപോലെ എല്ലാ കാര്യവും ഞാൻ കിടിലമായിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും. എനിക്കിപ്പോൾ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതുപോലെ എനിക്ക് അതിനുള്ള എല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ജില്ലകളെല്ലാം കാണാം. സെൻ്ററാണ്, ഞങ്ങളിവിടെയാണ് വർക്ക് ചെയ്യണം. റാഞ്ചി സയൻസ് സെൻ്ററിലുള്ളൊരു വാട്ടർഫാൾസ്, എങ്ങനെയാണ് സയൻസിൻ്റെ ഒരു പരിണാമം, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്.